അങ്ങനെ റെജീം ചേഞ്ചും ഇല്ല, ഇറാന്റെ മിസൈൽ സ്റ്റേഷനെ നശിപ്പിക്കണ്ട, അതേപോലെ തന്നെ ന്യൂക്ലിയർ ടെസ്റ്റ് എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ല, ഇറാന്റെ നഗരങ്ങളെ നരകം കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ അവസാനം ഇപ്പോ സമാധാന കരാറിലേക്ക് എത്തുകയാണ് അമേരിക്കയും ഇറാനും. അപ്പൊ ഇവിടൊക്കെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നറിയോ? ഈ വാർ ഒബ്ജക്റ്റീവുകളൊന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഇറാനുമായിട്ട് ഇങ്ങനെ ഒരു കരാറുണ്ട്, അണുവായുധം നിർമ്മിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്തത് എന്നുള്ളതാണ് ബേസിക് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തിന് ഇത്രയും കാലം ഇറാനിൽ പോയി ബോംബിട്ടു? അല്ലെങ്കിൽ ഹോർമോസിൽ ഇറാനെതിരെ നാവിക ഉപരോധം എന്തിന് ഏർപ്പെടുത്തി? ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റീവ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ ഏതോ ഒരു സ്വപ്നത്തിൽ കണ്ട പോലെ പെട്ടെന്ന് അങ്ങ് ചെല്ലുന്നു, 4 ബോംബിടുന്നു, ഇറാൻ അങ്ങ് അടിച്ച് അമർത്തുന്നു, അതേപോലെ തന്നെ ഇറാനിൽ റെജീം ചേഞ്ച് കൊണ്ടുവരുന്നു. ഈ ഒരു സ്വപ്നവുമായിട്ടാണോ നിങ്ങൾ അങ്ങ് ചെന്നേ? സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ചെന്ന പോലെയാണത്. എന്താ ചെയ്യാ? ഒന്നും നടന്നില്ല. അതായത് ട്രംപ് പറഞ്ഞത് തന്നെയാണ് സത്യം. ഇറാൻ എന്ന് പറയുന്നത് വെനുസ്വേല അല്ല, ഇറാൻ അത്ര ഈസിയുമല്ല എന്നുള്ളതാണ്. അത് ഈ ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ബാക്കി പ്രസിഡന്റുമാരൊക്കെ ആണെങ്കിൽ കൂടെ, ബരാക് ഒബാമ അടക്കം, ഈ ഒരു പ്രപ്പോസലിനെ, ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്ന പ്രപ്പോസലിനെ തഴഞ്ഞ ആൾക്കാരാണ് അവര്. കാരണം അവർക്ക് അറിയാം ഇറാൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, ഇറാൻ ഏത് തരത്തിലുള്ള വാർഫെയർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തില് നല്ല ധാരണയുള്ള ആൾക്കാരായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ ഇറാനെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഓൾറെഡി ഒരു കരാറുണ്ടായിരുന്നു. ആ കരാറിൽ നിന്നും ഏകപക്ഷീയമായിട്ട് പിന്നോട്ട് പോയതിനു ശേഷം പെട്ടെന്ന് അങ്ങ് കയറി ആക്രമിക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്തു? ഇറാന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുകയും ആ ഡിമാൻഡുകൾ ഒരിക്കലും ഇറാൻ അംഗീകരിക്കില്ല എന്ന ഉറപ്പ് അമേരിക്കക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പൊ കരാർ ഇറാൻ അംഗീകരിച്ചില്ല എന്നും പറഞ്ഞ് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെയും പ്ലാൻ. പക്ഷേ ആ പ്ലാനിന് ചെറിയൊരു പണി കിട്ടി. ഒമാനിൽ വെച്ച് ഒരു രാജ്യവും അംഗീകരിക്കാത്ത തരത്തിലുള്ള കരാറുകളെയും നിയമങ്ങളെയും യഥാർത്ഥത്തിൽ ഇറാൻ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പൊ എന്ത് സംഭവിക്കും? യഥാർത്ഥത്തില് ഇറാനെ ആക്രമിച്ച് റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്ന പ്ലാൻ അവിടെ ഇല്ലാണ്ടാവും. അപ്പോഴാണ് ഏകപക്ഷീയമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇറാനെ പിന്നിൽ നിന്നും കുത്തിയിട്ട് ആയത്തുള്ള ഖമനേയിനെ അടക്കം കൊല്ലുന്ന രീതിയിൽ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും UAEയുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ അടി കൊണ്ട ഇറാന് പിന്നെ തിരിച്ചടി തുടർന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇറാൻ എന്ന് പറയുന്നത് വെനിസ്വേല അല്ല, ഇറാൻ എന്ന് പറയുന്നത് ക്യൂബയുമല്ല എന്നുള്ളത്. കാരണം ഈ ശക്തികളോടെല്ലാം ഒരേ ലെവലിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുകയും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ബേസുകളും നശിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ ജോർഡാനിലുള്ള ബേസുകളും നശിപ്പിക്കപ്പെട്ടു. അമേരിക്കയുടെ ഒരു 10-70 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു അമേരിക്കക്ക്. ഇസ്രായേലിന് കനത്ത ആഘാതം ഏൽക്കേണ്ടി വന്നു. ഈ രീതിയിലേക്ക് ആ വാർ അങ്ങ് വികസിച്ചു. അത് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വീടുകളുടെയും അടുക്കളയിലേക്ക് വാറിന്റെ ഇമ്പാക്ട് കൊണ്ടുവരാൻ, എത്തിക്കപ്പെടാനും ഇറാനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ പശ്ചാത്തലത്തിലാണ് ഇവര് ഇപ്പോ സമാധാന കരാറിലേക്ക് എത്തിയേ. ഇത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മിഡ് ടേം ഇലക്ഷനിൽ കയ്യിന്ന് പോവും കാര്യങ്ങൾ എന്നുള്ളതും, പിന്നെ ഒരു പാവയായി പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ മാത്രമേ പറ്റൂ എന്നുള്ളതും ട്രംപിന് ബോധ്യപ്പെടുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. കാരണം അമേരിക്കയിലെ ഈ വാർ മൂലം കനത്ത വിലക്കയറ്റമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓയിലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്, ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ആ വില വർധനവ് യഥാർത്ഥത്തിൽ മുതലാക്കുന്നത് അവിടുത്തെ അമേരിക്കയിലെ ഈ പറയുന്ന ഓയിൽ കമ്പനികളാണ്, അല്ലാതെ സാധാരണ ജനങ്ങളല്ല എന്നുള്ള പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോ അങ്ങനെ നിൽക്കുകയാണ് ഇസ്രായേല് ഇതിന് തുരങ്കം വെക്കുന്ന പണികൾ തുടങ്ങുന്നത്. അങ്ങനെ തുരങ്കം വെക്കുന്ന പണികൾ ഇസ്രായേൽ തുടങ്ങിയപ്പോ ഈ പറയുന്ന ട്രംപ് എന്ത് ചെയ്തു? നെതന്യാഹുവിനെ വിളിച്ച് 4 F ഇട്ടു. 4 F ഇട്ട് കൊടുത്തപ്പോ
നെതന്യാഹു ചെറുതായിട്ടൊന്ന് അടങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസം വരെ ലെബനോനിൽ നെതന്യാഹു അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രംപ് ഒരു പ്രതികരണം നടത്തി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം നടക്കാൻ പാടില്ലായിരുന്നു, അറ്റാക്ക് നടക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഇസ്രായേലിന് തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. സത്യത്തിൽ ഇവിടെ ആരാ ജയിച്ചേ? നാശനഷ്ടങ്ങള് നാശനഷ്ടങ്ങള് ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ റീജിയനിലെ പ്രധാനപ്പെട്ട പ്രബലമായിട്ടുള്ള ഒരു കക്ഷിയായിട്ട് ആര് മാറി? ഇറാൻ മാറി, അല്ലെങ്കിൽ ഇറാൻ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. മസൂദ് പെഷസ്കിയാൻ, അതേപോലെ തന്നെ അബ്ബാസ് അരാക്ചി പോലെയുള്ള പേരുകള് ലോകത്തിന് ഇപ്പോ സുപരിചിതമായിട്ടുള്ള പേരുകളായിട്ട് മാറി എന്നുള്ളതാണ്. ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ യഥാർത്ഥത്തിൽ ഇറാന് സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഹോർമൂസിന്റെ ടോട്ടൽ കൺട്രോൾ ഇനിയിപ്പോ ഈ പറയുന്ന നാവിക ഉപരോധം പിൻവലിക്കപ്പെട്ടാൽ കൂടെ ഹോർമൂസിന്റെ കൺട്രോൾ യഥാർത്ഥത്തില് ഇറാന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന രീതിയിലേക്ക് മാറും. കാരണം അവിടെ മൈനുകളുണ്ട്, മൈനുകൾ നീക്കാനുണ്ട്, ഇങ്ങനെ കുറെ പരിപാടികൾ അവിടെ ചെയ്യാനുണ്ട്. അപ്പൊ ആ സാഹചര്യത്തില് ഇതെല്ലാം ഇറാന്റെ കയ്യിലോട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒമാനും ഇറാനും കൂടെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റില് ഇറാനെ പിന്നിൽ നിന്ന് കുത്തിയ, അതേപോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളായിട്ട് പെരുമാറുന്നത് ആരാണെന്നുള്ളത് വെളിച്ചത്ത് വരികയും കൂടെ ചെയ്തു. അത് UAE ഉണ്ട്, അതേപോലെ തന്നെ ബഹ്റൈൻ ഉണ്ട്, കുവൈത്ത് ഉണ്ട്. ഈ കാര്യങ്ങൾ കൂടെ അവിടെ മനസ്സിലായി. ഇനി സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ബദ്ധശത്രുക്കളാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇറാനും സൗദി അറേബ്യയും ഒരു കരാറിലേക്ക് എത്തുന്ന രീതിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ കക്ഷികൾ എങ്ങനെയാണോ കരാറിലേക്ക് എത്തിയത്, അതുപോലത്തെ കരാറിലോട്ട് എത്താനുള്ള ഒരു വഴിത്തിരിവുണ്ടായി. അതായത് ഇറാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്കും ഇറാനും സാധിച്ചു എന്നുള്ളതാണ്. ഒമാനും ആ റീജിയനിലെ ഒരു പ്രബല കക്ഷിയായിട്ട് മാറി. അത് മാത്രമല്ല, ഇതിന്റെയൊക്കെ കൂട്ടത്തിൽ ഇതിന്റെയൊക്കെ നെഗോസിയേഷനിൽ പങ്കെടുത്തുകൊണ്ട് ഈ പറയുന്ന പാകിസ്ഥാന് മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ഒരു ആക്സസ് കിട്ടുന്ന രീതിയിലേക്ക് മാറി. അതുമല്ല, ഇറാന് 7 അതിർത്തികൾ തുറന്നു കൊടുത്തിട്ട് ഇറാൻ മുതൽ ഇറാൻ, പാകിസ്ഥാൻ, ചൈന പോലെയുള്ള ഒരു കോറിഡോർ ബിൽഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ ഈ രീതിയിൽ മിഡിൽ ഈസ്റ്റിന്റെ ജിയോ പൊളിറ്റിക്സ് തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്കുള്ള ഒരു യുദ്ധമായി മാറി ഇത് എന്നുള്ളതാണ്. ഇവിടെ എല്ലാം ലോസ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർക്കാണ്? അമേരിക്കക്കാണ് ഈ ലോസ് എല്ലാം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഇപ്പൊ കുറെ പ്രസ്താവനകൾ വരുന്നുണ്ട്. ഇറാൻ വാക്ക് പാലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് JD വാൻസിന്റെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹോർമൂസിൽ കുടുങ്ങി കിടക്കുന്ന കപ്പലുകളോട് നിങ്ങളുടെ എഞ്ചിനുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ട്രംപിന്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാനും ഇറാന്റെ എംബസികളൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഫൈനലി അമേരിക്കയുമായിട്ടുള്ള ഒരു അഗ്രിമെന്റിലേക്ക് ഇറാൻ എത്തുന്നു, സുപ്രീം കൗൺസിൽ അതിനുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇറാനിൽ നിന്നും കൂടെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തില് ഈ പറയുന്ന അബ്ബാസ് അറാച്ചിക്കെതിരായിട്ടുള്ള ഹാർട്ട് ലൈനേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് കൂടെ ഇറാനിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ കാണണം. ഇനി ഇതിന്റെയൊക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇസ്രായേൽ ലെബനോനെ ഇനിയും ആക്രമിക്കുകയാണ്, അവിടെ വീണ്ടും ഇനി രക്തമൊഴുകുന്ന സ്ഥിതിയിലേക്കാണ് മാറുന്നത് എങ്കിൽ ഈ കരാറ് വീണ്ടും വെള്ളത്തിലാവുന്ന സ്ഥിതിയിലേക്ക് മാറും. അത് മാത്രമല്ല, 2 പേജുള്ള ഒരു MOU ആണ് ഇപ്പൊ സൈൻ ചെയ്യാൻ പോകുന്നത്. ആ MOU സൈൻ ചെയ്യുന്നതോടുകൂടെ ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരായിട്ടുള്ള ഈ പറയുന്ന ഉപരോധം ലിഫ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ലിഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറാന്റെ എണ്ണ ലോകത്ത് ഒഴുകുന്ന രീതിയിലേക്ക് മാറും. പക്ഷേ ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഇപ്പൊ ഈ MOUല് നിലവിൽ വരുന്നത്. അതിനുശേഷം നടക്കുന്ന ദീർഘമായിട്ടുള്ള ചർച്ചകളിലായിരിക്കും ബാക്കി കാര്യങ്ങൾക്ക് കൂടെ തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങേണ്ടിയിരുന്ന ഇറാൻ ഈ സംഭവവികാസങ്ങളിലൂടെ അമേരിക്കയുടെ വാക്കുകൾക്ക് പുല്ലുവില നൽകുകയും ഇറാന്റെ വാക്കുകൾ അമേരിക്ക കേൾക്കേണ്ടി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ കൂടെ ചെയ്തു എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കരാറിന്റെയും ഈ വ്യവസ്ഥകളുടെയും അതേപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ ഒക്കെ വിരാമം അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന അക്രമ രാഷ്ട്രത്തിന്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു,
ലെബനോനെതിരെ എന്ത് നിലപാടെടുക്കുന്നു, അതേപോലെ തന്നെ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള കേസുകൾ എങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നതിനെ കൂടെ ആശ്രയിച്ചിട്ടായിരിക്കും ഇനി ഈ സമാധാന കരാറിന്റെ നിലനിൽപ്പ് എന്നുള്ളതാണ് പറയാനുള്ളത്.